മണ്ടു ആ നേരമായപ്പോ അവൻ വണ്ടിയായിട്ട് വന്നിട്ടുണ്ടാടേ. നമ്മളുണ്ടാക്കിയത് ഇന്നും കളയേണ്ടി വരുമെന്നാ തോന്നണ. ചിക്കൻ ബിരിയാണി 80 വേണ്ടോര് വന്നോളി തിന്നോളി. ചിക്കൻ ബിരിയാണി വിളിച്ചോ പറയാം നമുക്ക്. ചിക്കൻ 150, ചിക്കൻ ബിരിയാണി 150. 150 തല്ലിയെ കൊണ്ട് 80 എന്ന് പറയാ. മറന്നു ചേട്ടാ, തലയ്ക്ക് 150 എന്ന് പറഞ്ഞ ഈ ബിരിയാണി തിന്ന് തീർക്കാന്നല്ലാണ്ട്. അല്ല, മാറിപ്പോയതാണ്. ആ 80 പറയാ, അല്ലാണ്ട് ആൾക്കാരും ഇല്ല. 150 പറഞ്ഞാൽ അങ്ങോട്ട് കയറൂല ആൾക്കാര്. ശരിയാണല്ലേ, തെറ്റിപ്പോയി. 80. ചിക്കൻ ബിരിയാണി 80, ചിക്കൻ ബിരിയാണി 80. ചിക്കൻ ബിരിയാണി 80, ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി 80, ചിക്കൻ ബിരിയാണി 80, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. പീസൊക്കെ ഉണ്ടാവും ഇതിന്റെ അകത്ത്. പീസൊക്കെ ഉണ്ട്. പീസ് ഉണ്ടാവും. 80 റുപ്യക്കുള്ള പീസ് അതിലുണ്ടാവും. പിന്നെയും വേണമെങ്കിൽ ഒരെണ്ണം കൂടി വെച്ചോളി. ചിക്കൻ അതിന്റെ മുമ്പിൽ നിന്നൊന്ന് മാറ്റിയിട്ട് വിൽക്കടാത്. ഇവിടെ കച്ചവടം ചെയ്യാനിരിക്കല്ലേ ഞാനും. അപ്പൊ ഞങ്ങള് പിന്നെ എന്തിനാ വിൽക്കണേ? ഞങ്ങള് കച്ചവടം ചെയ്യാനല്ലേ. അത് ഇതിന്റെ മുമ്പിൽ ഗുണം തരുന്ന എന്തിനാ? നീ വേറെ എവിടെങ്കിലും കുട്ടി വിൽക്കടാ. എടാ ചെങ്ങായി, നിങ്ങളുടെ നല്ല ബിരിയാണി അല്ലേ? നിങ്ങള് 150 വിറ്റോളി. ഞങ്ങളുടെ ഒരു സാധാരണ ബിരിയാണിയാണ്, പാവപ്പെട്ടവരുടെ ബിരിയാണിയാണ്. എടാ, ഞങ്ങളും അരി മേടിക്കാൻ വേണ്ടിട്ടാണ് ഈ പാട് പറഞ്ഞത്. അപ്പൊ പിന്നെ ഞങ്ങളെന്താ മണല് മേടിക്കാനാ പാട് പറഞ്ഞത്? ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി 80, ചിക്കൻ ബിരിയാണി 80. നല്ല ദമ്മിട്ട ബിരിയാണി, നാടൻ ബിരിയാണി. എടാ, നിന്നോടല്ലേടാ പറഞ്ഞത്. പോയിക്കറ ചങ്ങായി, ഈ ഒരു തൊപ്പി വെച്ചാൽ കച്ചവടം നടക്കും. ചിക്കൻ ബിരിയാണി 80, ചിക്കൻ ബിരിയാണി 80. ചിക്കൻ ബിരിയാണി 80. ചിക്കൻ ബിരിയാണി 80. അത് ചത്ത കോഴി പോയി. അവിടെ 150 കൊണ്ടുപോയി തിന്നോടാ. ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി കിടന്നിട്ട് ദമ്മിട്ട ബിരിയാണി തിന്നോളി. നല്ല ചിക്കൻ ബിരിയാണി തിന്നോളി. വെറുതെ തിക്കി തിരക്കി വാങ്ങിയാണ് ആളുകൾ നിന്നിട്ട്. ഇവിടെയും ബിരിയാണിയല്ലേ ഉണ്ടാക്കി വെച്ചേക്കണത്. നിങ്ങൾ ഇവിടെ നിന്ന് ഇത് പറയാതെ അവിടെ പോയി പറയും. എടി, ആ മെനകെട്ടവനോട് ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വാതിക്കിട്ട് കൊണ്ടുവന്ന് വിൽക്കല്ലേ, വാതിക്കിട്ട് കൊണ്ടുവന്ന് വിൽക്കല്ലേ, ഞാനും അരി മേടിക്കാനിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കൂല. ഇത് അയാൾ മനഃപൂർവ്വമാണ്. ഇത് ബിരിയാണി കടയെന്ന് അയാൾക്ക് അറിയാലോ. ചിക്കൻ ബിരിയാണി 80, ചിക്കൻ ബിരിയാണി 80. ദേഷ്യം വന്നുണ്ട്, സങ്കടവും വന്നുണ്ട്. ഉണ്ടായിരുന്ന കമ്മലും വളയൊക്കെ പണയം വെച്ച് തുടങ്ങിയതാണ്. കടവും കടത്തുമ്മേ കടവും. എന്ത് ചെയ്യാനാണ്? ഇവിടെ ന്യായമായ കച്ചവടം ഉണ്ടായാലേ ഇവൻ ഈ തോന്നിവാസം ചെയ്താൽ പിന്നെ നിങ്ങളുടെ ആള് കയറാതായത്. എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചിട്ടെങ്കിൽ എന്ത് ചെയ്യാൻ പോകും നിങ്ങള്? എടാ, നാഷണൽ ഹൈവേയിൽ ഇത്രയും സ്ഥലം ഉണ്ടല്ലോടാ. ഇതിന്റെ വാതിക്കെ തന്നെ കൊണ്ടുവന്നിട്ട് നിനക്ക് വിറ്റാലേ ശരിയാവുള്ള. ഞങ്ങളും ജീവിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇവിടെ. പിന്നെ ഇവിടെന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങോട്ട് കേക്കും ഈ വണ്ടിയുടെ ബഹളത്തിന്റെ ഇടയ്ക്ക്. എടി, അവനൊക്കെ കണ്ണുമൂക്കൂല്ലാത്തവനാണ്. വെറുതെ തല്ലും പിടി ഉണ്ടാക്കണ. ഇതിപ്പോ എന്താണ്? ആ വണ്ടിക്കാർക്കൊക്കെ സൗകര്യമാണേ. അവിടെ നിർത്തി ഇങ്ങോട്ട് വരണ്ട. ബസുമതി അരിയിൽ ഉണ്ടാക്കിയാണല്ല ചിക്കൻ ബിരിയാണി 80. ചിക്കൻ ബിരിയാണി എന്താ? അപ്പൊ എന്നോടല്ല പോയി വിളിച്ചു പറഞ്ഞ ചിക്കൻ ബിരിയാണി 80. ഇല്ലേ, ഒരു തെണ്ടി ചെന്ന് മേടിക്കണണ്ട. അവനോട് 160 രൂപ തരാനുള്ളവനാണ്. ചിക്കൻ ബിരിയാണി എല്ലാരും 100 റുപ്യ തന്നു കഴിഞ്ഞാൽ എങ്ങനെ 20 റുപ്യ ബാക്കി ഇങ്ങനെ ഉണ്ട്. അവിടുന്ന് മേടിച്ചിട്ട് ഇതിൽ വെച്ചോളി. ചിക്കൻ ബിരിയാണി 80, ചിക്കൻ ബിരിയാണി 80. ചിക്കൻ ബിരിയാണി. ആ തിന്ന കാശെങ്കിലും തന്നിട്ട് നന്ദികേട് കാണിക്കടാ പോയി. ഇത് പല്ലൂര് ഇതിലിരിക്കോട്ടാ. വേവ് കുറവാണ്. കുറയും പറ്റാണല്ല. ചങ്കല്ല, ഇതാണ് കാലാണ്. കടിക്ക പല്ലൂര് അതുമേ ഇരിക്കും. പിന്നെ ഇനി അതന്വേഷിച്ച് നടക്കാൻ നിക്കണം. സുമേഷേരനൊന്ന് പറഞ്ഞൂടെ ഇവൻ ഈ മര്യാദയോട് കാണിക്കണ ഈ കോയ ഇതിന്റെ വാതിക്കെ കൊണ്ടുവന്നിട്ട് ആ വണ്ടിയിൽ ബിരിയാണി വെക്കണണ്ടില്ലേ? ഞങ്ങള് വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് രണ്ടുപേരും കൂടി കഷ്ടപ്പെട്ട് ഇവിടെ ഉണ്ടാക്കി വെക്കണ ബിരിയാണി വൈകുന്നേരം കൊണ്ടുപോയി തോട്ടി കളയണേന്ന്. നിങ്ങൾ ഇവിടെ പറയാതെ അവിടെ പോയി പറയുന്നേ. നിനക്ക് എന്നെ കൊണ്ട് അവന്റെ തല്ലു കൊള്ളിച്ചാലേ നീ ഇറങ്ങും. നീ അവിടെ പോയാ പണിയെടുത്തു. പിന്നെ ഞാൻ പണിയെടുത്താ മതിയല്ലോ. എന്ത് ശരിയാക്കാൻ?
നേരം വെളുത്തപ്പ തൊട്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് സുമേഷ് ചേട്ടാ. 200-250 ബിരിയാണി സ്ഥിരമായിട്ട് വിറ്റേച്ചാണ്. അതാ ശരി, ഞാൻ തിന്നിട്ടില്ല, എനിക്ക് തിന്നണ്ടാണ്. അതുകൊള്ള മേടിച്ച വേണം എടുത്തോളൂ. 250 ബിരിയാണി വിറ്റേച്ചാണ് ഡെയിലി. ഇപ്പൊ ഇവൻ ഈ വന്നിട്ട് ഇതിന്റെ വാതിക്കിട്ട് ഈ കച്ചവടം തുടങ്ങിയ പിന്നെ മുഴുവൻ സാധനം ഞങ്ങൾ വേസ്റ്റ് ആയിട്ട് എടുത്ത് കളയുന്നതാണ്. ചിക്കൻ ബിരിയാണി 50, ചിക്കൻ ബിരിയാണി 50. അതിനെ ചോദിച്ചണ്ട, ഞാനല്ലോ ഈ സമയത്ത് ഞാനല്ലേ ഉള്ളത്. നിങ്ങൾ വേറെ വല്ല ആണുങ്ങളായിരുന്നെങ്കിൽ ഇടല ഇപ്പൊ അടിച്ച് ഓടിച്ചേന അവനാ. എടി മണ്ടു, ഞാൻ അവനോട് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അവൻ പറഞ്ഞ നാഷായവേ എനിക്ക് സ്ത്രീധനം കിട്ടിയാണെന്ന്. ഞാൻ എന്താ അവനെ ചെയ്യേണ്ടത്? ആ എങ്കിൽ ഇവിടെ ബിരിയാണി വേണ്ട, പഴയ പോലെ ദോശയും ചമ്മന്തി കൊടുക്കാം. ബിരിയാണി ഇല്ലെന്ന് അവിടെ എഴുതി വെക്ക്. അപ്പൊ ഈ ഉണ്ടാക്കി വെച്ചാൽ ബിരിയാണി നിന്റെ അച്ഛൻ വന്ന് തിന്നു. എന്റെ അച്ഛനെ പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയണത്? ഞാനും കഷ്ടപ്പെടണല്ലേ ഇവിടെ കിടന്ന്. ആളുകൾ വരാത്തതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയണത്? വാതുറന്ന് അവിടെ പോയി ഇനി ഹോട്ടലിൽ നടത്തണം. അവനോട് ഇടിച്ചും ചാകണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റൂല. ഞാൻ പോയി പറഞ്ഞ നിങ്ങളുടെ കഴിവേടാന്ന് നാട്ടുകാർ പറയാതെ ഞാൻ പോകത്തോ. ഒരു കാര്യം ചെയ്യും, ആ ബിരിയാണി അങ്ങോട്ട് നിർത്തിക്കോ. ആ ചപ്പാത്തിയും കോഴിക്കറി മാത്രം മതി. സുമേഷ് ചേട്ടാ തിന്ന കാശ് തന്നിട്ട് പോയേ. നില വിട്ട് നിൽക്കാണ്. മോനെ ഒരു കോഴിക്കാലല്ലേ. അപ്പൊ ഇന്നലെ അത് പറ്റില്ല, ഇത് പറ്റില്ലായിരിക്കോ. ഒരു പറ്റില്ലായിരിക്കോ. അപ്പൊ ഇന്നലത്തെ അതൊരു നെഞ്ചിന്റെ കഷ്ണമല്ലേ. അപ്പൊ മിനിയാന്ന തിന്നതാ അതൊരു ചിറക്. വെറുതെ വർത്താനം പറയണ്ട, കഴിച്ചോ. കഴിച്ചിട്ട് പോ. ഇതിങ്ങനെ മൈക്ക പിടിച്ചോണ്ട് നിൽക്കണ പോലെ എല്ല് കളാ. എല്ല് കളാണല്ലേ. പാട്ട് പാടാൻ നിൽക്കണ പോലെ നിൽക്കുകയാണ്. ഈ ആദ്യ വകന്തയൊക്കെയാണ് ഇങ്ങാട് വന്നത്. ചിക്കൻ ബിരിയാണി 50, ചിക്കൻ ബിരിയാണി 50. ഒന്ന് വലിച്ചു പറഞ്ഞാല് ചിക്കൻ ബിരിയാണി 50, ചിക്കൻ ബിരിയാണി 50, ചിക്കൻ ബിരിയാണി 50. തിന്നാന്നല്ലാണ്ട് ഒരു ഗുണമില്ല. ചിക്കൻ ബിരിയാണി 50, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. നമസ്കാരമുണ്ട്. ആയിക്കോട്ടെ. ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. ബിരിയാണി 50. ബിരിയാണിക്ക് എത്ര വിഷയാണ്? ഇതാ ഇത് വെച്ചേക്കണേ 80 ഉറുപ്പ്യല്ലേ? 80 ഉറുപ്പ്യ. അപ്പുറം 70 ഉറുപ്പ്യ. പിന്നെ 3 മുട്ട ഫ്രീ. എന്തിന്റെ ബിരിയാണി അത്? കല്ലിന്റെ, അയ്യോ ചിക്കൻ മണലിന്റെ, ചിക്കൻ ബിരിയാണി, ചരലിന്റെ. ഇത് മനുഷ്യന്മാര് തിന്നണാണേ. ചിക്കൻ ബിരിയാണി 50, ചിക്കൻ ബിരിയാണി 50, ചിക്കൻ. ഒന്നിച്ച് ഒരു 25 എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് തരും. അല്ല, അത് ഉണ്ടാക്കണേറ്റ് മുമ്പ് വെച്ച് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കുറക്കാറുണ്ട്. അതാണ്. അതെ അതെ, ഒരു ജീവകാരുണ്യ പ്രവർത്തനം പോലെ കൂട്ടിയാ മതി. നിങ്ങൾക്കോ? എനക്കല്ല, ഞാൻ നമ്മളെ പയ്യാടക്കത്തെ ബാലിന്റെ മോളെ കല്യാണം നിശ്ചയം. ഇന്ന് നിശ്ചയം, കല്യാണം അടുത്ത 16-ന്. ഈ നിശ്ചയത്തിന് ആ വീട്ടുകാരെല്ലാം വന്നു, ചെക്കന്റെ വീട്ടുകാര്. അപ്പം ഒരു 100 എണ്ണം ഓർഡർ ആക്കിനി. നിശ്ചയത്തിന് ചടങ്ങ് നടക്കുമ്പോ തന്നെ ഈ ബന്ധുക്കളുടെ മതി ഇതെല്ലാം തിന്ന് തീർത്തു. തിന്നാണ്ടാക്കിയല്ലേ, തിന്നോട്ടെ. അല്ല, ഇനിയിപ്പോ ചെക്കനെയും അതിന്റെ പിള്ളേർക്ക് അവർക്ക് വന്നവർക്കെല്ലാം അവര് മിച്ചെല്ലാം കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പോയിട്ട് 25 കൊടുത്തിട്ടെങ്കിൽ ഈ കല്യാണം മുടക്കിക്കോളും. എന്താ 2 റുപ്യ കുറച്ചാ മതിയാ? 2 റുപ്യ എന്ത്? അവര് കാര്യം ചെയ്യും, 5 റുപ്യ കുറച്ച് കൊടുക്കേ. 5 റുപ്യ കൊടുക്കേ. ഇതിൽ ആകെ 5 റുപ്യ 10 റുപ്യക്ക് കിട്ടണുള്ളൂ. അത് കൊടുക്ക, 25 കൊടുക്കുക. അത് മേടിച്ചോ മേടിച്ചോ മേടിച്ചോ. അത് മേടിച്ച് 25 മേടിച്ച് പോയിക്കാൻ ഞങ്ങളല്ലേ. ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി 80, 80, 80. ചിക്കൻ ബിരിയാണി 80. ഒന്ന് അധികം വെക്കാൻ പറഞ്ഞേ. ഒന്ന് അധികം വെക്കാൻ പറഞ്ഞ 25 ഒന്ന് ഫ്രീ ആയിട്ട് വെക്കാൻ പറഞ്ഞോളൂ. അവരുടെ അധികം വെച്ചാൽ എന്നിട്ട് 50 റുപ്യ വേറെ മേടിച്ചോ. അന്ന് ആളുള്ള കൊടുക്കണം. അതിനുള്ള കായ് കൊടുക്ക്. ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി 50, ചിക്കൻ ബിരിയാണി 50. എടേ മണ്ടു, ആ പെട്ടിയിൽ കാശ് മേടിച്ചിട്ട് നോക്കിയടി. നോക്കി നിന്നു ഇങ്ങനെ സങ്കടം ദേഷ്യമൊക്കെ വന്നുണ്ട്. ഒരു 20 റുപ്യ കൂടി മതി. 20 റുപ്യ. 20 റുപ്യ കൊണ്ടാക്കോ കൊണ്ടാക്കോ. ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി 50. ദമ്മിട്ട ബിരിയാണി, ദമ്മിട്ട ബിരിയാണി, ദമ്മിട്ട ബിരിയാണി തിന്നാളി, നല്ല ചിക്കൻ ബിരിയാണി തിന്നാള്. ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബിരിയാണി ബിരിയാണി 100 റുപ്യക്ക് ബിരിയാണി. 100 റുപ്യ 100 റുപ്യ ആളുടെ ഇവിടെ കീട്ടുന്ന ബിരിയാണി, ചിക്കൻ ബിരിയാണി. ബിരിയാണി വേണം, ബിരിയാണി ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി. ബിരിയാണി 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 നല്ല ചൂട് 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 ബിരിയാണി. ബിരിയാണി വരട്ടെ, ചിക്കൻ ബിരിയാണി 100 റുപ്യ ഇല്ല, വെറും 100 റുപ്യ. നല്ല വീട്ടിലെ ചൂട് ബിരിയാണി, നല്ല ചൂട് ബിരിയാണി. അവിടെ കട പിടിച്ച് താഴെ വിട്ട് താഴെ ഒറ്റ 100
എടുത്തോ. ബിരിയാണി 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 ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി നല്ല ചൂട് 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 പതർന്ന ചിക്കൻ ബിരിയാണി വേണം. വെറും 100 റുപ്യക്ക് ഒരു ബിരിയാണി ഫുള്ള് വേണ്ടേ? 100 റുപ്യ ബിരിയാണി 100 റുപ്യ ചിക്കൻ ബിരിയാണി നല്ല കിടിൽ ബിരിയാണി. ആ 100 റുപ്യക്ക് നല്ല ചിക്കൻ ബിരിയാണി ഒരു ഫുള്ള് ബിരിയാണി 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 വേണ ആളില്ലേ? ആളില്ലാത്ത ഓട്ടോറിക്ഷയാ റോഡുമ്മയാ. ആ ബിരിയാണി 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 ആളില്ലാത്ത ആ ചിക്കൻ ബിരിയാണി 100 റുപ്യക്ക് അടിപൊളി കിടിൽ ബിരിയാണി ഉണ്ട്. 100 റുപ്യക്ക് ചിക്കൻ ബിരിയാണി 100 റുപ്യക്ക് കിടില സാധനം. അടിപൊളി സാധനം. ചൈനീസ് അല്ല, ഇന്നലെ കേരള ചിക്കൻ ബിരിയാണി കേരള ചിക്കൻ ബിരിയാണി അല്ല സൂപ്പർ തരട്ടെ മേഡം 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 വേണ്ടേ? ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി. ഇപ്പൊ പ്രസാദിനെ അറിയാല, ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പരാതി എന്തെങ്കിലും ശല്യം നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ട്? ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഭക്ഷണത്തിന് വല്ല കുഴപ്പമുണ്ടായിരുന്നു? ഒരു കുഴപ്പമില്ല. നമ്മൾ സത്യസന്ധമായിട്ടല്ലേ കച്ചവടം നടത്തണം, പാരമ്പര്യമായിട്ട് നടത്തുകയാണ്. മോശം അവസ്ഥയിലാണ് പ്രസാദെ, കൂട്ടേണ്ട അവസ്ഥയാണ്. ഈ പാരിജാത മുതലാളി പാരിജാതം ഞാനാണ്, മുതലാളിയൊന്നുമല്ല. അല്ല, ഈ സ്ഥാപനത്തിന്റെ ഓണറല്ലേ? ആ ഓണറാ. ഏതൊരാളൊരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മുതലാളിയാണ്, അതുകൊണ്ട് വിളിച്ചാട്ടോ. ചില ആളുകൾ ഇങ്ങനെ കളിയാക്കാൻ വിളിക്കുവേ. അയ്യോ, ഞാൻ അങ്ങനെ വിളിച്ചല്ല. എന്താണ് വേണ്ടേ? ഞാൻ കൊല സുഖത്തൻ. അയ്യോ പേടിക്കണ്ട, ആ കൊലയല്ല. ഈ വാഴത്തോട്ടം മൊത്തത്തിൽ ഇങ്ങനെ വില കെട്ടി എടുത്തിട്ടേ കൊല ഹോൾസെയിലായിട്ട് മാർക്കറ്റിലൊക്കെ കൊടുക്കുന്ന ബിസിനസ്സാണ് എനിക്ക്. കൊലയുടെ കച്ചവടമൊന്നും ഇല്ല സുധേട്ടാ. അയ്യോ, ഞാൻ അത് പറയാൻ വേണ്ടി വന്നതല്ല. ഇവിടെ മുമ്പ് ഈ വാഴക്കൊലയൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ കൊലയൊക്കെ പഴുപ്പിക്കാൻ വേണ്ടി പുഴുങ്ങാനുള്ള മറ്റേ ചൂളുണ്ടോ അവിടെ? അതുണ്ട്, പക്ഷെ ഞങ്ങൾ കുറെ നാളായിട്ട് ഉപയോഗിക്കുന്നില്ല. അതുണ്ടല്ലേ? ശരി, അത് മതി. ഇപ്പൊ കച്ചവടമൊക്കെ വളരെ കുറവല്ലേ? പഴയ പോലെ അങ്ങാടില്ല, കുറവുണ്ട്. ഞാനേ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ, ഓരോ സ്ഥലത്ത് ഇങ്ങനെ നമുക്ക് കച്ചവടം. അപ്പൊ ഈ പരിസരത്ത് എനിക്കൊരു കടമുറിയില്ല, ഒരു ഇങ്ങനെ കട തുടങ്ങാൻ വേണ്ടിട്ടേ. അപ്പൊ ഈ കട എനിക്ക് വാടകയ്ക്ക് തരും. അതെങ്ങനെ? ഞങ്ങളിവിടെ കട നടത്തല്ലേ? അല്ല, ഇത് ഇവിടെ കച്ചവടം ഇല്ല, പൂട്ടാൻ പോവാണെന്നൊക്കെ അറിഞ്ഞപ്പോ. ആര് പറഞ്ഞു പൂട്ടാൻ പോണേന്ന്? അല്ല, ഇപ്പൊ തീരെ കച്ചവടം ഇല്ല, പൂട്ടാണ്. ഏതോനാ അത് പറഞ്ഞത്? ആ കൂരുത്തം കേട്ട കോയായിരിക്കും. ആ കോയ പറഞ്ഞു വിട്ടേക്കണേ ഏട്ടാ. നടക്കൂല ഏട്ടാ, ഞങ്ങള് നിർത്തണം ആരാ പറഞ്ഞോട്? അല്ല, അതെ, ഇല്ല അതില്ല, വേണ്ട. അല്ല, ഇപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും കച്ചവടം ഒന്നും ഇല്ലാണ്ട് ഇപ്പൊ നാട്ടുകാർ പറഞ്ഞ പോലെ കട പൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയാൻ? പിന്നല്ലാതെന്തോ? ഇല്ല, ഇപ്പൊ ഇല്ല ഏട്ടാ. ശരി ഏട്ടാ, ഇത് മറ്റവൻ പറഞ്ഞു വിട്ടേക്ക്. പിന്നല്ലാതെ. അല്ല, ഇപ്പൊ മനുഷ്യരുടെ ഓരോ സാഹചര്യമാണല്ലോ. ചിലപ്പോ ഈ അവസ്ഥയിൽ പൂട്ടണ്ട് വന്നു എന്ന് വെക്കാം. അങ്ങനെ ആണെങ്കിൽ വാടകയ്ക്ക് കൊടുക്കണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. നിങ്ങളോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞേ? അറിയിക്കാട്ടാ, ഇപ്പൊ കൊടുക്കണില്ല. അറിയിക്കാം കേട്ടാ. ചായ വല്ലതും കുടിക്കണോ? വേണ്ട വേണ്ട. ഇത് അവിടെ അവർ ചങ്ങായി കണ്ട ബിരിയാണി വെക്കണേ 80 രൂപയുള്ളൂ, നല്ല ലാഭം. അതൊരു 3 മേടിച്ച് വീട്ടിലേക്ക് പോകാം. ഇത് അറിയിക്കണേ. ശരി, 3 അല്ല, ഒരു 6 മേടിക്ക്. ചത്ത കോഴിയുടെ തിന്ന് ചാക്. നിങ്ങളുടെ ഈ സ്വഭാവം കാരണമാണ് എല്ലാവരും ഇങ്ങോട്ട് ഒന്നും വെക്കിട്ട് തരണത്. ഇത് അവൻ പറഞ്ഞു വിട്ട് തന്നെയാണ്, അയാളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവനെ കൊണ്ട് വാടകയ്ക്ക് ഇടിപ്പിച്ചിട്ട് ഇവിടെ ബിരിയാണി കച്ചവടം തുടങ്ങി. ഇവിടെ തുള്ളി കളിക്കാൻ അറിയാം. അല്ല, നമുക്കറിയാം. ഓരോരുത്തരെ പറഞ്ഞു വിടേണേ, കട കൊടുക്കണ്ടെന്നൊക്കെ ചോദിച്ചേ. അവന്റെ പണിയാണത്. ഇവന്റെയൊക്കെ കച്ചവടം പൂട്ടിച്ചൂടാ നിനക്ക്? ഞാൻ എങ്ങനെ പൂട്ടിക്കാനാണ് പ്രസാദ് ഇവനൊക്കെ? അതിനൊക്കെ ഒരു വഴിയുണ്ട്. വണ്ടിയുടെ കാച്ചൂരി വിടാനല്ലേ എത്ര വട്ടം ഞാൻ പറഞ്ഞു. അതൊന്നുമല്ല, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. അവരെ വിവരം അറിയിച്ചാൽ മതി. ആണോ? അപ്പൊ ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ ഞാനാണ് വിളിച്ചതെന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കൂല? ആരും അറിയില്ല, ടോൾ ഫ്രീ നമ്പറാണ്. അത് ഞാൻ സംഘടിപ്പിച്ചു തരാം. എന്നാ ഇന്ന് എന്നെ തരണോട്ടാ. ഞാൻ തരാം. പൈസ ഒന്നും വേണ്ട, പൈസ ഒന്നും വേണ്ട. നമ്പർ ഒന്ന് വേഗം കൊണ്ട് തന്നാ മതി. പിന്നെ നമ്പർ എന്റെ തന്നാ മതി, ഈ മനുഷ്യന്റെ കൊടുക്കണ്ട, വിളിക്കൂല. അതാണ് നമ്പർ ഞാൻ സംഘടിപ്പിച്ചു. ഇന്നലെ വരാം. ശരി എന്നാ. ശരി.
ഇനി ആ നമ്പർ കൊണ്ടുവരുമ്പോഴത്തേക്കും വേണോന്ന് എന്നോട് ചോദിക്കരുത്. ഞാൻ അപ്പൊ തന്നെ വിളിച്ച് പറയും. അവന്റെ 80 രൂപയും ബിരിയാണിയും ഒരു വണ്ടി. വകതിരിവില്ലാത്ത സാധനങ്ങളാടി വെറുതെ മെക്കിട്ട് കയറി ശല്യം. എന്താണ് ഇങ്ങനെ ഉറക്കം ഇരിക്കണേ? ഇല്ല വെറുതെ ഇരുന്നാണ്. എന്തുണ്ട്? എന്താ 2 കോഴിക്കാലും ഇങ്ങോട്ട് എടുക്ക. കോഴിക്കാല് കോഴിക്കാലില്ലത് മേശേട്ടാ. കോഴിക്കാല് ഇല്ലാന്നാ? ബിരിയാണിന്റെ പരിപാടി നിർത്തി. അതെന്താണ്? അത് കച്ചവടം ഇല്ല, ആരും വരണില്ല. ഇനി ഉണ്ടാക്കണ വെറുതെ എടുത്ത് കളയണല്ല. പിന്നെന്തിനാണ് ഇത് വെച്ചിരിക്കണത്? ഇതവ നേരത്തെ വെച്ചതാണല്ലോ. അത് മോഹിച്ചിട്ടല്ലേ ആളുകൾ ഈ വന്നത്? ഇത് ഇവിടെ ഇരിക്കണതാണെങ്കിൽ പ്രശ്നമെങ്കിൽ ഇതൊക്കെ കീറിപ്പറിച്ച് കടം പറയാനല്ലേ? ഒരുപാട് കാശ് കൊണ്ട് വന്നേക്കണ പോലെയാണ് ചോദിക്കണ. കടോണെങ്കിലും കാശ് പിന്നീട് ഞാൻ തരൂല മോനെ. എന്റെ ചേട്ടൻ ഞാൻ ആകെ വെതിവിരി സഞ്ചാരം കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിടന്ന് ഇടങ്ങേറ. ചായ വേണമെങ്കിൽ കയറി കുടിക്ക്. കാലും കൈയൊന്നും ഇവിടെ ഇല്ല. എന്നാലേ ഞാൻ അപ്പുറത്ത് പോയിട്ടേ ബിരിയാണി മേടിച്ചിട്ട് അതിലെ ബിരിയാണി അങ്ങോട്ട് കളഞ്ഞല്ല, ചിക്കൻ തിന്നോളാ. ഞാൻ പോയി തിന്നോ? ആരെങ്കിലും കണ്ട് ക്ഷണിച്ചാ? വെറുതെ അവിടെ നിന്ന് ഇവിടം വരെ ഞാൻ നടന്നു. എന്തൊരു മെനകേടാണ് ഇത്. ഇന്നലെ വരെ കടം തിന്ന ആളാണ് ഇന്ന് പറയണ. കാല് തിന്നാൻ വന്നേക്കണം. രാകേഷേ, ഈ ഏരിയയിലാണ് ഈ റോഡ് സൈഡിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഏരിയ. ഈ റോഡ് സൈഡിലൊക്കെ നമ്മള് വിൽക്കുന്ന ഈ ഭക്ഷണങ്ങളില് അതൊന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരും. പീഡക്കാർക്ക് പലർക്കും അറിയാം, നിയമങ്ങൾ പലർക്കും അറിയാം. പക്ഷെ നമ്മളിവിടെ എന്താ അറിയോ, ശിക്ഷ കർശനല്ല. അതാണ് പ്രശ്നം. ഇവരൊക്കെ സിമ്പിളായിട്ട് കഴിച്ചിലായിക്കാളും. ഇപ്പൊ നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ ഇവർക്ക് കൈക്കൂലി കൊടുത്തിട്ടും വരുന്നത് ഫുഡ് വാങ്ങി തിന്നിട്ടൊക്കെ കണ്ണടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ഇക്കാര്യത്തിൽ ഭയങ്കര സ്ട്രോങ്ങാ. ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് മണ്ടു മറ്റേ പരാതി ഏറ്റിട്ടുണ്ടേ. മറ്റേ ഉദ്യോഗസ്ഥര് വരണുണ്ട്. ഞാൻ വന്നേ. നമസ്കാരം സാറേ. ഞങ്ങള് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് എന്നാണ്. മനസ്സിലായി സാറേ. ഇവളാണ് വിളിച്ചതേ. ഞാനാണ് പരാതി വിളിച്ച് പറഞ്ഞത്. എവിടെയാണ് ഇവർ ഈ ബിരിയാണി കച്ചവടം ചെയ്യുന്നത്? ഇവിടെ ഈ തൊട്ടു മുമ്പിലാണ് സാറേ. കാണുന്നില്ലല്ലോ. ഇപ്പൊ ഇന്ന് എത്തിയിട്ടില്ല. ഈ നേരം ആവുമ്പോ വരേണ്ടതാണ്. എത്ര ആൾക്കാരുണ്ട് അവിടെ കച്ചവടം ചെയ്യുന്നത്? അവര് 2 പേരാണ്. പിന്നെ വണ്ടി അവിടെ ഇവിടെ കിട്ടണമെന്ന് തോന്നുന്നു. വേറെ നിങ്ങൾ ഇവിടെ എന്താ പരിപാടി? ഇത് ഇവിടെ ചായക്കടയാണ് സാറേ. ഹോട്ടലാണ് ചെറുത്. പരമ്പരാഗതമായിട്ട് അച്ഛനായിട്ടൊക്കെ ചെയ്യണതാണ്. എന്തൊക്കെയാ ഇവിടെ ഐറ്റംസ്? ഇവിടെ ഇപ്പൊ ചായയും വറപൊരിയൊക്കെ മാത്രമേ ഉള്ളൂ. ബിരിയാണി ഉണ്ടായി. പിന്നെ ഈ ഇടങ്ങേറൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ അത് നിർത്തി. മുതലാണല്ല. ചായ എടുക്കട്ടെ സാറേ? അല്ല, ചായ വേണ്ട. എനിക്കൊന്ന് മൂത്രമൊഴിക്കാനുള്ള ഒരു സൗകര്യം. പിന്നെ അത് അടുക്കളയുടെ അടുത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ട് സാറേ. എന്റെ അടുത്തുണ്ട്. അടുക്കളന്റെ അടുത്തോ? തൊട്ടടുത്തുണ്ടല്ലോ. അടുക്കളന്റെ തൊട്ടടുത്ത ടോയ്ലറ്റ്? തൊട്ടടുത്തുണ്ട്. അങ്ങനെ അവിടെ എന്താ ടോയ്ലറ്റ്? ഇല്ല, അത് ബിൽഡിംഗ് വെച്ചപ്പോ തന്നെ അങ്ങനെ ഉള്ളതാണ്. അത് ശരിയില്ലല്ലോ. അടുക്കളന്റെ തൊട്ടടുത്ത് എങ്ങനെ ടോയ്ലറ്റ് വെക്കുക? അതൊന്ന് കാണണം. നിർത്തിക്കണം സാർ. നിർത്തിക്കാം. ആദ്യം ഇതൊന്നും നോക്കട്ടെ.